റെഡ് കാർപ്പറ്റിന് വന്നൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഗെയിംസ് കളിക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? തീർച്ചയായിട്ടും. നല്ല നല്ല ഗെയിമുകൾ, നല്ല വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് ഇങ്ങോട്ട് പോരട്ടെ. ഡെല്ലി എങ്ങനെയാണ്? കളിക്കാം. റെഡിയാണ്. അപ്പോ കറുപ്പും ഇട്ട് ഇവര് എന്റെ കൂടെ ഗെയിം കളിക്കാൻ, ഷട്ടിൽ കളിക്കാൻ റെഡിയാണ്. അപ്പോ സിദ്ധാർത്ഥ്, ഡെല്ല, ഇത് കണ്ടോ, ഇതാണ് നിങ്ങളുടെ ഗെയിം പ്രോപ്പർട്ടി കേട്ടോ. ഇത് വെച്ചിട്ട് നിങ്ങൾ ഷട്ടിൽ കളിക്കാൻ അറിയാമെന്ന് എനിക്ക് അറിയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് അടിപൊളിയായിട്ട് അറിയാമെന്നറിയാം. പക്ഷെ അത് എനിക്ക് ഇവിടെ കാണണ്ട. പിന്നെ എനിക്ക് കാണേണ്ടത് അതിന്റെ വേറെ പരിണാമപ്പെടുത്തിയിട്ടുള്ളൊരു സാധനം ഞാൻ സിദ്ധാന്തം പോലെ. അതെ, അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് അവിടെ കാണുന്ന ബാസ്ക്കറ്റ് കണ്ടോ, ആ ബാസ്ക്കറ്റിലേക്ക് ഒരു ഷോട്ടിൽ ഇങ്ങനെ വീഴണം. അപ്പൊ ഇതേപോലെ തന്നെ ബാസ്ക്കറ്റ് ഇങ്ങോട്ട് വരുമോ? നമ്മളടിക്കുന്നിടത്ത് ഈ ബാസ്ക്കറ്റ് വരും. ഇല്ല, അതായത് ഡെല്ല പിടിച്ച പോലെ പിടിക്കരുത്. ഡെല്ല പിടിച്ചോണ്ടാണ് ഞാൻ തെറ്റിച്ചത്. ഞാൻ കറക്റ്റ് ഇവിടെ വരാൻ തുടങ്ങിയതാ. അതിങ്ങനെ അടിച്ചത് ഇവിടെ ഇങ്ങനെ വീഴണം. അവിടെ ആരെങ്കിലും നിൽക്കുവോ? അവിടെ ആരും നിൽക്കില്ല. 1 മിനിറ്റ് സമയത്തില് നിങ്ങൾക്ക് തന്നിരിക്കുന്ന 8 എണ്ണാണെന്നുള്ളത് അത് തീർക്കണം. ആദ്യം സിദ്ധാർത്ഥ തന്നെ കളിക്കട്ടെ, കാരണം സിദ്ധാർത്ഥനാണ് ആവേശം ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ റെഡിയാണോ? പറയട്ടെ, റെഡിയാണോ? റെഡി. 1 2 3 മ്യൂസിക്. സമയമുണ്ട്. പൊന്നാട മനസ്സിൽ പൊന്നാട കാണും. ഏകദേശം അടുത്ത് വരുന്നുണ്ട്. കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്താൽ എന്താ ഞങ്ങൾ ചെയ്തു തരേണ്ട? ഞാൻ അടിക്കണോട് ഈ ബാസ്കറ്റ് പറ്റില്ല, അത് പറ്റില്ല. ആരാണാവോ ഈ ഞാൻ? ഏകദേശം സംഭവം തീർന്നു. അറിയോ? കഴിഞ്ഞോ? സംഭവം തീർന്നു. ഇനി ഡെല്ല എത്ര ഒരാൾ പോരെ? ഇനി ഞാൻ കളിക്കണോ? പിന്നെ താങ്കൾ പിന്നെ എന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങളുടെ സുഖവിവരം അന്വേഷിക്കാനോ? ഞാൻ എത്ര വീഴ്ത്തുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, പറയണ്ട. പക്ഷെ നമുക്ക് നോക്കാം. ഒരെണ്ണം വീഴ്ത്തിയാലും നമ്മൾ ജയിക്കും കേട്ടോ. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഡെല്ല റെഡി? 1 2 3 മ്യൂസിക്. ഇപ്പൊ ശരിയായി തരാം. ഒരു പൊന്നാട പോയി. അയ്യോ, അതിപ്പോ വീണത്. എനിക്ക് തോന്നുന്നു സൂപ്പർ സൂപ്പർ. ഇല്ല, കിട്ടും. പക്ഷെ കിട്ടും. ഇവര് രണ്ടുപേരും, അതായത് എനിക്കറിയാം ഡെല്ല വിചാരിച്ചു ഞാൻ ആദ്യം ഡെല്ല വിചാരിച്ചു ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അയ്യോ എങ്ങാനും സിദ്ധാർത്ഥേട്ടന് വിഷമായാലോ എന്ന് വിചാരിച്ചു ഡെല്ല തോറ്റു വന്നു. സിദ്ധു വിചാരിച്ചു ഇനി ഞാൻ എങ്ങാനും ചെയ്തിട്ട് ഡെല്ല എങ്ങാനും വിട്ടില്ലെങ്കിൽ ഡെല്ലയ്ക്ക് വിഷമാവുമല്ലോ. അതുകൊണ്ട് മാത്രം എല്ലാത്തിലും തോറ്റു നിൽക്കുന്ന നമ്മുടെ സിദ്ധുവിന്റെ ഒരു അടിപൊളി ഡാൻസ് കാണാം. ഡാൻസ് ഇത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഉണ്ട്. ഇത് പണിഷ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ നമ്മള് സിദ്ധു ഡെല്ലയുടെ പുറകെ ഇങ്ങനെ പാടി മാനസമൈനേ വരൂ എന്നുള്ള പാട്ടല്ല, ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ എന്നുള്ള എന്ന് ഡെല്ല പറയുമ്പോ സിദ്ധു എങ്ങനെയായിരിക്കും ഡെല്ലന്റെ മനസ്സ് മാറ്റി 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 ചെയ്യുക. അപ്പൊ ആദ്യം ഒരു ചെറിയൊരു പ്രപ്പോസൽ, അതിനുശേഷം ഒരു റിജക്ഷൻ, അതിനുശേഷം നിങ്ങൾക്ക് 1 ആവണോ 2 ആവണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. എനിക്ക് അത് നേരിട്ട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനതൊരു ആക്ഷനിലൂടെ ഞാൻ അത് ചെയ്ത് കാണിക്കാം. ഐ ലവ് യു. എനിക്കിഷ്ടമല്ല.